നിങ്ങൾക്ക് എഐയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തൊട്ട് പബ്ലിക്കായിട്ട് ഡേ 1 തൊട്ടൊരു ലൈവ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഇതിനകത്ത് US കമ്പനീസ് മാത്രമല്ല, ഈ എക്സസൈസിനായിട്ട് ഞാൻ പല ജോഗ്രഫീസും കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ് നിങ്ങൾക്ക് റിയൽ ടൈമായിട്ട് കാണാനും സാധിക്കും. സോ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ടർ ആൻഡ് ഇൻഡസ്ട്രി സെലക്ഷൻ, സ്റ്റോക്ക് സെലക്ഷൻ, എൻട്രി ആൻഡ് എക്സിറ്റ് ക്രൈറ്റീരിയ, പിന്നെ എങ്ങനെയാണ് സെക്ടേഴ്സും ഇൻഡസ്ട്രീസും കണ്ടീഷൻസ് ചേഞ്ച് ആകുന്നതനുസരിച്ച് ക്യാപിറ്റൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നും കാണിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഞാൻ എൻ്റെ മെത്തഡോളജി പബ്ലിക്കായിട്ട് ടെസ്റ്റ് ചെയ്യാണ്, ഔട്ട്കംസ് അറിയുന്നതിന് മുമ്പ് തന്നെ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട്സ് ആവശ്യമില്ല, എഡിറ്റഡ് ഹിസ്റ്ററിയോ സെലക്റ്റീവ് മെമ്മറിയോ ആവശ്യമില്ല. ജസ്റ്റ് ഡിസിഷൻസ്, ലോജിക്, എൻട്രീസ്, റിസൾട്ട്സ്, ലെസൺസ്. സോ ആദ്യം തന്നെ ഞാനൊരു കാര്യം ക്ലിയർ ആക്കാം. ഇതൊരു പബ്ലിക് എക്സ്പെരിമെൻ്റ് ആണ്. ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇങ്ങനെയല്ല മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു എൻകറേജ്മെൻറ്റും അല്ല. ഞാൻ എൻ്റെ ആക്ച്വൽ ട്രേഡ്സ് ചിലപ്പോൾ ഒരു പോസ്റ്റ് ഡേറ്റഡ് ബേസിസിൽ ഷെയർ ചെയ്തേക്കാം. സോ ഇവിടുത്തെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രെയിം വർക്ക് ഷെയർ ചെയ്യാമെന്നുള്ളതാണ്, എൻ്റെ തിങ്കിങ് ഷെയർ ചെയ്യാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രിയേറ്റീവ് സ്പേസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, ഈ ഐഡിയാസ് ചലഞ്ച് ചെയ്യാനും പലർക്കും ഇൻസൈറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പിന്നെ ഒരു ഓവറോൾ ഒരു സ്മാർട്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ തീം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഷിഫ്റ്റുകളിൽ ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സോ എന്തുകൊണ്ട് AI ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു? മെയിൻലി ബിക്കോസ് ഞാനൊരു ഹെവി യൂസറാണ് ഇതിൻ്റെ. കാഷ്വൽ ആയിട്ടല്ല, വർക്കിന് വേണ്ടിയിട്ടും കോഡിങ്ങിന് വേണ്ടിയിട്ടും റിസർച്ചിന് വേണ്ടിയിട്ടും പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും പ്രോബ്ലം സോൾവിങ്, ഇൻക്ലൂഡിങ് കുട്ടികളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വരെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. ബട്ട് എനിവേ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ AIനെ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് കാണുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അവരുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ബിഹേവിയറൽ ചേഞ്ചസ് കാണുന്നുണ്ട്. എവിടെയാണ് സമയം ലാഭിക്കപ്പെടുന്നതെന്നും പണം ലാഭിക്കപ്പെടുന്നതെന്നും എവിടെയാണ് വർക്ക് ഫ്ലോസ് ഇമ്പ്രൂവ് ആവുന്നതെന്നും നേരിട്ട് കാണുന്നുണ്ട്. സോ ആസ് എൻ ഇൻവെസ്റ്റർ ഇത് വളരെയധികം മാറ്റർ ചെയ്യും. ബിക്കോസ് ഈ യൂസേജ് ഒരു ഹാബിറ്റായി മാറുമ്പോൾ ഹാബിറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ബിസിനസ് വാല്യൂസ് സാധാരണ അതിനെ പിന്തുടരാറാണ് പതിവ്. ദാറ്റ് ഡസൻ മീൻ എല്ലാ AI സ്റ്റോക്കും വിൻ ചെയ്യുമെന്ന്. ഇറ്റ് മീൻസ് ഈ ഒരു തീമിന് നല്ലൊരു സീരിയസ് അറ്റൻഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI പോർട്ട്ഫോളിയോ ജസ്റ്റ് ഒരു ബക്കറ്റ് മാത്രമാണ്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം പല തീമാറ്റിക് ബക്കറ്റ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ബട്ട് എനിവേ, ഇതൊരു ഓൾ ഇൻ AI ആയിട്ടുള്ളൊരു ബെറ്റല്ല. ഇതൊരു കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് ആണ്, ഒരു ലാർജർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിനകത്തുള്ളത്. സോ AI പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ആ ഒരു സ്റ്റാക്ക് മനസ്സിലാക്കണം. മിക്ക ആളുകളും ആ ഒരു ആപ്പ് മാത്രമാണ് കാണാറ്. ബട്ട് ഈ ആപ്പുകളുടെ എല്ലാം പുറകിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. സോ നമുക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ പല ലെയേഴ്സായിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ് വരുന്നത്. സോ ഇത് നമ്മുടെ ഹാർഡ്വെയർ ഫൗണ്ടേഷനാണ്. അതായത് സെമി കണ്ടക്ടേഴ്സ്, ഫാബ്സ്, നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ, കമ്പ്യൂട്ട് സിസ്റ്റംസ്, മെമ്മറി. ഈ ലെയർ ഇല്ലാതെ ഒന്നും തന്നെ റൺ ആവില്ല. ഇനി ലെയർ 2, ഇവിടെയാണ് നമ്മുടെ കോർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത്. ക്ലൗഡ് പ്ലാറ്റ്ഫോംസ്, ഡേറ്റാബേസസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, സൈബർ സെക്യൂരിറ്റി, കോർ എൻ്റർപ്രൈസ് ആർക്കിടെക്ചർ. ഇവിടെയാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ ലെയർ 1 പറഞ്ഞ ഹാർഡ്വെയർ ഒരു സ്കെയിലിൽ യൂസബിൾ ആവുന്നത്. ഇനി വരുന്നതാണ് ലെയർ 3, അതായത് പ്ലാറ്റ്ഫോം ലെയർ, ഡെവലപ്പർ ടൂൾസ്, വർക്ക് ഫ്ലോ പ്ലാറ്റ്ഫോംസ്, എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ ഫ്രെയിംവർക്ക്സ്. സോ ഈ ലെയർ നമ്മൾക്ക് അതിൻ്റെ മുകളിലൊരു ബിസിനസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ലെയർ 4, അതായത് ആപ്ലിക്കേഷൻ ലെയർ. ഇവിടെയാണ് നമ്മളുടെ SaaS പ്രോഡക്ട്സ് അല്ലെങ്കിൽ കസ്റ്റമർ ആപ്ലിക്കേഷൻസ്, വെർട്ടിക്കൽ AI സോഫ്റ്റ്വെയർസ്, ബിസിനസ് ആപ്ലിക്കേഷൻസ് ഇതൊക്കെ വരുന്നത്. ഇതാണ് സാധാരണ യൂസേഴ്സ് ഡയറക്റ്റ് ആയിട്ട് കാണുന്ന ലെയർ. ഇനി ലെയർ 5, അതായത് സർവീസസ് ലെയർ, കൺസൾട്ടിങ്, IT സർവീസസ്, ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്നേഴ്സ്, ഔട്ട്സോഴ്സിങ്.
ഈ കമ്പനീസാണ് എൻ്റർപ്രൈസസിനെ ഈ പുതിയ ടെക്നോളജീസിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ലെയേഴ്സ് നമുക്ക് ശരിക്കും മാറ്റർ ചെയ്യുന്നതെന്ന്. കാരണം ഈ ലെയേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ചില ലെയേഴ്സിൽ വളരെ ഹൈ മാർജിൻസ് ഉണ്ടാവും, ചിലത് സിക്ലിക്കൽ ആയിരിക്കും, ചിലത് ഡിഫെൻസിബിൾ ആയിരിക്കും, ചിലത് വളരെയധികം കമ്മോഡിറ്റൈസ്ഡ് ആയിട്ടുണ്ടാവും, ചിലതിൽ വളരെയധികം വാല്യൂ ക്യാപ്ചർ ആവുകയും ചെയ്യും. സോ ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ഏത് AI സ്റ്റോക്കാണ് നമുക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നതിന് പകരം ഒരു ബ്രോഡ് എക്സ്പോഷർ ഈ വാല്യൂ ചെയിൻസിലേക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. സോ അവിടെയാണ് നമ്മളുടെ ഒരു സെഗ്മെൻറ്റ് വെയ്റ്റിംഗ് ഫ്രെയിംവർക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. സോ അവിടെയാണ് നമുക്ക് പോർട്ട്ഫോളിയോ വെയ്റ്റിങ്ങും ചെയ്യേണ്ടി വരുന്നത്. ബിക്കോസ് ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞേക്കുന്ന എല്ലാ സെഗ്മെൻറ്റ്സും ഈക്വൽ വെയ്റ്റ് ഡിസേർവ് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ. സോ എൻ്റെ കറണ്ട് ഫ്രെയിംവർക്ക് ഇങ്ങനെയാണ് ഏകദേശം ഞാൻ ഫോം ചെയ്തേക്കുന്നത്. അതായത് ഹാർഡ്വെയർ ആൻഡ് സെമി കണ്ടക്ടേഴ്സിൽ ഏകദേശം 25-35% വരെ, സോഫ്റ്റ്വെയർ ആൻഡ് ക്ലൗഡിലേക്ക് ഏകദേശം 25-35% വരെ, പിന്നെ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോംസ് അതിനകത്തേക്ക് ഏകദേശം 15-25% വരെ, IT ആൻഡ് സൈബർ സർവീസസ് അതിലേക്കൊരു 10-20%, പിന്നെ കണക്ടിവിറ്റി 5-15%, ഫ്രണ്ടിയർ ടെക് 0 to ചിലപ്പോൾ ഒരു 15% വരെ. സോ ഇതുവരെ നമ്മൾ എങ്ങനെയാണ് ഏതൊക്കെ ഇൻഡസ്ട്രീസിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊരു ഏകദേശം ഐഡിയ ഉണ്ടാക്കി. പിന്നെ അതിനകത്തേക്ക് എത്രത്തോളം ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി. ഇനിയാണ് കമ്പനീസ് ചൂസ് ചെയ്യേണ്ടത്. സോ ഈ കമ്പനീസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രക്ചറൽ ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഹൈപ്പും ഹെഡ്ലൈൻസും അല്ല, പകരം ചില പോയിന്റ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി, ഈ കമ്പനീനെ ഈസിലി റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? അതിനൊരു ഉദാഹരണമാണ് പ്രൈസിങ് പവർ. അത് വളരെ ഹൈ ആണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒബ്വിയസ്ലി ഡിഫിക്കൽട്ട് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇക്കോസിസ്റ്റം ഡിപ്പെൻഡൻസി, എത്ര ബിസിനസ്സുകൾ അതിൻ്റെ മുകളിൽ റിലൈ ചെയ്യുന്നു. ഡീപ്പർ ദ ഡിപ്പെൻഡൻസി സ്ട്രോങ്ങർ ദ പൊസിഷൻ. പിന്നെ ഫെയിലിയർ ഇമ്പാക്റ്റ്, ഈ കമ്പനി നാളെ ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുകൾ വരിക. വലിയ ഇൻകൺവീനിയൻസ് ആണോ, അതല്ലെങ്കിൽ ഒരു സീരിയസ് ഡിസ്റപ്ഷൻ ആണോ? ദെൻ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ കമ്പനി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പിന്നെ ഉള്ളതാണ് കൺട്രോൾ പോയിന്റ് ടെസ്റ്റ്. ഈ കമ്പനി ബോട്ടിൽ നെക്സ് കൺട്രോൾ ചെയ്യുന്നുണ്ടോ? അതായത് ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ചിപ്പ് പ്ലാറ്റ്ഫോം, ഒരു നെറ്റ്വർക്ക് എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു മസ്റ്റ് ഹാവ് ടൂൾ എന്തെങ്കിലും ഈ കമ്പനി കൺട്രോൾ ചെയ്യുന്നുണ്ടോ? സോ അങ്ങനെയുള്ള കമ്പനികളാണ് സാധാരണ ആ ഒരു വാല്യൂ ചെയിൻ്റെ ഏറ്റവും മുകളിൽ വരുന്നത്. മറ്റുള്ളവർ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഡിഫറൻസ് മാറ്റേഴ്സ്. സോ നമ്മൾ കമ്പനികൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെറിയ കുറച്ച് ചെക്കുകൾ ഇതിന് പുറകെ ചെയ്യേണ്ടി വരും. കാരണം നമ്മളുടെ ഇപ്പോൾ ഒരു ഏറ്റവും അടിപൊളി കമ്പനി ആണെങ്കിൽ പോലും അതൊരു തെറ്റായ വെയിറ്റേജിലാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അതൊരു തെറ്റായ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. സോ അലൊക്കേഷൻസ് ഞാൻ ബേസ് ചെയ്തിരിക്കുന്നത് ഫണ്ടമെൻ്റൽസ്, ബിസിനസ് സൈക്കിൾ കണ്ടീഷൻസ്, വാല്യുവേഷൻ കണ്ടെക്സ്റ്റ്, റിസ്ക് കോൺസെൻട്രേഷൻ, സെക്ടർ ക്യാപ്സ് ആൻഡ് സ്റ്റോക്ക് ക്യാപ്പ്. സോ അതായത് ഒരു കമ്പനിയും ഒരു അൺലിമിറ്റഡ് വെയിറ്റേജ് ക്യാരി ചെയ്യുന്നില്ല. ഒരു സെഗ്മെൻറ്റും അല്ലെങ്കിൽ ഒരു സെക്ടറോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയോ അൺലിമിറ്റഡ് വെയിറ്റേജ് ക്യാരി ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ റൂൾസ് വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. സോ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ചില കമ്പനികൾ സെലക്ട് ചെയ്തതെന്നുള്ളത്, എന്താണ് അതിൻ്റെ ഒരു സിമുലേറ്റഡ് എൻട്രി സോൺസ്, എത്ര ക്യാപിറ്റലാണ് ഈച്ച് കമ്പനിയിൽ ഞാൻ ഈ സിമുലേഷന് വേണ്ടിയിട്ട് അലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, പിന്നെ എത്രത്തോളം ക്യാപിറ്റൽ ഓൾറെഡി അലൊക്കേറ്റഡ് ആയി, പിന്നെ എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് ചേഞ്ച് ആവുന്നതനുസരിച്ച് എൻ്റെ അലൊക്കേഷനും റൂൾസും മാറ്റാൻ പോകുന്നത് എങ്ങനെയെന്നുള്ളതും ഇതിനകത്ത് കാണിക്കുന്നതാണ്. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ടൈം സ്റ്റാമ്പ്ഡ് ആയിരിക്കും, ട്രാക്കബിൾ ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഒരു ഫസ്റ്റ് വേർഷനായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ലെയർ 1 ആണ്, അതായത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ലെയർ ആൻഡ് ദ തിങ്സ് ക്ലോസ്ലി കണക്റ്റഡ് ടു ദം. സോ ഇതിന് പിന്നിൽ, അതായത് ഇതിൻ്റെ ഓരോ കമ്പനികളുടെയും പിന്നിൽ വളരെയധികം റിസർച്ച് ഉണ്ട്. ബട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നില്ല, കാരണം അതല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. ബട്ട് ഇവൻച്വലി അതെങ്ങനെയാണ് പബ്ലിക് ആക്കേണ്ടത് എന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഈ കാണിച്ചേക്കുന്ന പ്രൈസസ്, ഈ സിമുലേഷന് വേണ്ടിയിട്ട് കാണിച്ചേക്കുന്ന പ്രൈസസ് സാധാരണ അക്യുമുലേഷൻ സോൺസിൻ്റെ അകത്തുനിന്നാണ് എടുത്തേക്കുന്നത്, യൂസിങ് മൈ ഓൺ ടെക്നിക്കൽ അനാലിസിസ് ഫ്രെയിംവർക്ക്.
പിന്നെ ഇത് സിമുലേറ്റഡ് റെഫറൻസ് എൻട്രീസ് മാത്രമാണ്, ലൈവ് ട്രേഡ്സ് അല്ല. ട്രേഡ് സിഗ്നൽസോ ഒരു റെക്കമെൻഡേഷനോ അല്ല. നൗ ഈ സിമുലേഷന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു $1 million ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്, സോ ദാറ്റ് നമുക്ക് ഈ അസറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിനകത്ത് ഫസ്റ്റ് കമ്പനി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് NVIDIA ആണ്. കാരണം നിലവിൽ AI കമ്പ്യൂട്ടിൻ്റെ ലീഡർ NVIDIA ആണ്. AI ഡിമാൻഡ് ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ അവരുടെ GPUസും സോഫ്റ്റ്വെയർ ഇക്കോസിസ്റ്റം പിന്നെ സ്ട്രോങ് മാർക്കറ്റ് പൊസിഷനിങ്ങും വഴി വലിയൊരു ഷെയർ ഓഫ് സ്പെൻഡിങ് ക്യാപ്ചർ ചെയ്യാൻ അവർക്ക് സാധിക്കും. സെക്കൻഡ് കമ്പനി ബ്രോഡ്കോം. നെറ്റ്വർക്കിങ്ങിലും കസ്റ്റം ചിപ്സിലും ബ്രോഡ്കോം ഒരു കീ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഡേറ്റാ സെൻറ്റേഴ്സും മറ്റുള്ള കാര്യങ്ങളും എക്സ്പാൻഡ് ചെയ്യുമ്പോഴും ക്ലൗഡ് ജയൻസ് സ്വന്തമായിട്ട് AI സിസ്റ്റംസ് ബിൽഡ് ചെയ്യുമ്പോഴും ആ ഇൻഫ്രാസ്ട്രക്ചറൽ ഡിമാൻഡിൽ നിന്ന് ബ്രോഡ്കോമിന് ഗുണമുണ്ടാവും. ഇനി വരുന്നത് TSMC. ലോകത്തിലെ ഏറ്റവും മുൻനിര ടെക് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ചിപ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് TSMC ആണ്. AI കാരണം ചിപ്പ് ഡിമാൻഡിൽ കൂടിയതുകൊണ്ട് ഏത് ചിപ്പ് ഡിസൈനർ ജയിച്ചാലും TSMCക്കാണ് അത് ബെനിഫിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ASML. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ വേണ്ട മെഷീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ASML ചെയ്യുന്നത്. സോ അടുത്തത് SK ഹൈനിക്സ്. ഹൈ ബാൻഡ്വിത്ത് മെമ്മറി അല്ലെങ്കിൽ HBMൻ്റെ മേജർ സപ്ലയറിൽ ഒന്നാണ് SK ഹൈനിക്സ്. AI സെർവേഴ്സിന് വലിയ അളവിൽ ഫാസ്റ്റ് മെമ്മറി വേണ്ടതുകൊണ്ട് ഈ കമ്പനിക്ക് AI ഗ്രോത്തിൽ നിന്ന് വളരെ ഡയറക്റ്റായിട്ട് ഗുണമുണ്ടാവും. ഇനി അടുത്തതാണ് മൈക്രോൺ. മെമ്മറി മേഖലയിൽ മറ്റൊരു മേജർ പ്ലെയറാണ് മൈക്രോൺ. മെമ്മറി പ്രൈസസ് റിക്കവർ ചെയ്യുമ്പോഴും AI ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പിന്നെ മറ്റ് ടെക്നോളജി മാർക്കറ്റുകളിൽ ഡിമാൻഡ് കൂടുമ്പോഴും ഇവർക്ക് അതിനകത്തുനിന്ന് വളരെയധികം ഗ്രോത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അടുത്തത് AMD. CPU-ലും AI ആക്സിലറേറ്റേഴ്സിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു കോമ്പറ്റീറ്ററാണ് AMD. കസ്റ്റമേഴ്സിന് കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് വേണമെന്നും സിംഗിൾ സപ്ലയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നും തോന്നുമ്പോൾ AMDക്ക് അവരുടെയൊക്കെ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അടുത്തത് KLAC. സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ ഡിഫക്ട്സ് കണ്ടെത്താനും പ്രൊഡക്ഷൻ ഈൽഡ് മെച്ചപ്പെടുത്താനും KLAC ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ചിപ്പ് മേക്കിങ്ങിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്നതോടുകൂടി തന്നെ ഇങ്ങനെയുള്ള ടൂൾസിനും വാല്യൂ കൂടും. മറ്റൊരു മേജർ അനലോഗ് ചിപ്പ് സപ്ലയറാണ് ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്സ്. വെറും AI സൈക്കിളിൽ മാത്രമല്ല, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഇലക്ട്രിക് വെഹിക്കിൾസ്, സ്മാർട്ട് സിസ്റ്റംസ് തുടങ്ങിയ ലോങ് ടേം ടെൻഡറുകളും ഇവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അടുത്തത് അനലോഗ് ഡിവൈസസ്. സെൻസിങ്ങിലും പ്രിസിഷൻ ഇലക്ട്രോണിക്സിലുമാണ് അനലോഗ് ഡിവൈസസ് ഫോക്കസ് ചെയ്യുന്നത്. റിയൽ വേൾഡ് മെഷീനുകൾക്ക് വെറും കമ്പ്യൂട്ടിംഗ് പവർ മാത്രം പോരാ, കൃത്യമായിട്ടുള്ള സിഗ്നലുകളും കൺട്രോൾ സിസ്റ്റംസും വേണ്ടി വരുന്നിടത്താണ് ഇവരുടെ റോള് പ്രസക്തമാകുന്നത്. അടുത്തത് ആം ഹോൾഡിങ്സ്. ബില്യൺ കണക്കിന് ഡിവൈസസുകളിൽ ഉപയോഗിക്കുന്ന ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുന്നത് ആം ഹോൾഡിങ്സ് ആണ്. സ്മാർട്ട് ഫോൺസിന് അപ്പുറത്തേക്ക് PC, ഡേറ്റാ സെൻറ്റേഴ്സ്, സെർവേഴ്സ് എന്നിവയിലേക്ക് കൂടി ഇവർ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഗ്രോത്ത് സ്റ്റോറി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ക്വാൾകോം. കണക്ടിവിറ്റിയിലും മൊബൈൽ ചിപ്സിലും ലീഡറാണ് ക്വാൾകോം. AI എന്നത് ഫോൺസ്, കാർസ്, കണക്റ്റഡ് ഡിവൈസസ് എന്നിവയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എഡ്ജിൽ ക്വാൾകോമിന് നല്ലൊരു പൊസിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് മാർവൽ ടെക്നോളജീസ്. നെറ്റ്വർക്കിങ്ങിലും കസ്റ്റം സിലിക്കണിലാണ് മാർവൽ ഫോക്കസ് ചെയ്യുന്നത്. ബാൻഡ്വിഡ്ത്ത് ഡിമാൻഡ് കൂടുന്നതനുസരിച്ചും ക്ലൗഡ് അല്ലെങ്കിൽ AI ഇൻഫ്രാസ്ട്രക്ചർ സ്കെയിൽ ചെയ്യുന്നതനുസരിച്ചും ഇവർക്ക് വാല്യൂ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അടുത്തത് MediaTek. ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ചിപ്പ് പ്രൊവൈഡേഴ്സിൽ ഒന്നാണ് MediaTek. ഓൺ ഡിവൈസ് AI എന്നുള്ളത് സാധാരണ സ്മാർട്ട് ഫോണിലേക്ക് കോമൺ ആയിട്ട് മാറുകയാണെങ്കിൽ ആ അഡോപ്ഷൻ വഴി MediaTekന് വലിയ ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. അടുത്തതാണ് TE കണക്ടിവിറ്റി. പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എന്നാൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കണക്റ്റേഴ്സാണ് TE കണക്ടിവിറ്റി ഉണ്ടാക്കുന്നത്. സിസ്റ്റംസ് കൂടുതൽ ഇലക്ട്രിഫൈഡ് ആകും തോറും, ഡേറ്റ ഹെവി ആകും തോറും റിലയബിൾ ആയിട്ടുള്ള ഇൻ്റർ കണക്ഷൻസ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. അവിടെയാണ് TE കണക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അടുത്തത് മോണോലിത്തിക് പവർ സിസ്റ്റംസ്. പവർ മാനേജ്മെൻറ്റ് ചിപ്സിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് കൂടുതൽ ഡിമാൻഡായി വരുമ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ ഡെലിവറി ഒരു വലിയ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജായി മാറും. അടുത്തത് കൊഹിയറൻറ്റ്. ഹൈ സ്പീഡ് ഡേറ്റ ട്രാൻസ്ഫറിൽ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ കോമ്പണൻസും ലേസേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് കൊഹിയറൻ്റ് ആണ്. കൂടുതൽ AI ക്ലസ്റ്റേഴ്സും ഡേറ്റ ട്രാഫിക്കും ഉണ്ടാക്കുന്നത് ഒപ്റ്റിക്കൽ കണക്ടിവിറ്റിക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാക്കി കൊടുക്കും. അടുത്തത് AAC ടെക്നോളജി.
ചിപ്പുകൾ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് അവ പാക്കേജ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ASE ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ AI-ക്കും ചിപ്സെറ്റ്സ് ഡിസൈൻസിനും അഡ്വാൻസ്ഡ് പാക്കേജിങ്ങിനും ക്രിട്ടിക്കലായിട്ടുള്ള റോള് വരുന്നതോടുകൂടി ഇവരുടെ വാല്യൂ ക്യാപ്ചറും കൂടിക്കൂടി വരും. അടുത്തത് സാംസങ് ഇലക്ട്രോ മെക്കാനിക്സ്. സബ്സ്ട്രേറ്റ്സും പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് കോമ്പണൻസും സപ്ലൈ ചെയ്യുന്നത് ഇവരാണ്. അഡ്വാൻസ്ഡ് ചിപ്സിന് മികച്ച പാക്കേജിംഗ് മെറ്റീരിയൽസും ചെറിയ ഹൈ പെർഫോമൻസ് പാർട്സും വളരെയധികം ആവശ്യമായിട്ട് വരുമ്പോൾ ഇവരുടെ റോള് കൂടുതൽ പ്രാധാന്യമാകും. അടുത്തത് ടവർ സെമി കണ്ടക്ടർ. അനലോഗ് സ്പെഷ്യാലിറ്റി ചിപ്പ് മാനുഫാക്ചറിങ് എന്നുള്ള ഏരിയകളിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹാർഡ്വെയർ എന്നിവ ഉണ്ടാക്കുന്നതാണ് ഫാബ്രിനെറ്റ് ചെയ്യുന്നത്. സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റിനുള്ള ഡിമാൻഡ് കൂടുമ്പോൾ ഫാബ്രിനെറ്റ് പോലുള്ള ഔട്ട്സോഴ്സ്ഡ് പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സിന് റോള് കൂടി വരും. അടുത്തത് നാന്യ ടെക്നോളജീസ്. മെമ്മറി മാർക്കറ്റിലേക്ക് കൂടുതൽ എക്സ്പോഷർ നൽകുന്നൊരു കമ്പനിയാണ് നാന്യ. DRAM സപ്ലൈ കുറയുകയാണെങ്കിൽ പ്രൈസിങ് കണ്ടീഷൻസ് മെച്ചപ്പെടുകയും അതോടുകൂടെ തന്നെ ഇവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കൂടാനും ചാൻസ് കൂടുതലാണ്. അടുത്തതാണ് ഫസ്റ്റ് സോളാർ. ഇതൊരു അഡ്ജസൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലേ ആണ്. ഡേറ്റാ സെൻറ്റേഴ്സും ഇലക്ട്രിഫിക്കേഷനും കാരണം പവർ ഡിമാൻഡ് കൂടുമ്പോൾ ഗ്രിഡ് കപ്പാസിറ്റിയിലും സോളാർ എനർജിയിലുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അടുത്തത് ആസ്ട്ര ലാബ്സ്. AI സെർവേഴ്സിനുള്ള കമ്മ്യൂണിക്കേഷനും മെമ്മറി കണക്ടിവിറ്റി എന്നിവ മെച്ചപ്പെടുത്താനായിട്ടാണ് ആസ്ട്ര ലാബ്സ് സഹായിക്കുന്നത്. AI സിസ്റ്റംസ് കൂടുതൽ കോംപ്ലക്സ് ആവുകയും മെമ്മറി ബാൻഡ് വിഡ്ത്ത് വളരെയധികം ഹെവി ആവുകയും ചെയ്യുമ്പോൾ ഇവർക്കുള്ള ഡിമാൻഡ് കൂടിക്കൂടി വരും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 55-60% മൊത്തം അലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് അവൈലബിൾ എമൗണ്ടിൻ്റെ ഏകദേശം ഒരു 55-60% ഞാൻ അലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇനി അപ്കമിങ് എന്തെങ്കിലും ടെക്നിക്കൽ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ മാത്രമാണ് അലൊക്കേറ്റ് ചെയ്യുള്ളൂ. പ്ലസ് ദി സം ഓഫ് ഓൾ ദി അലൊക്കേഷൻ പെർസെൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 86% വരുള്ളൂ. ബാക്കി 14% ഏതെങ്കിലും ഫ്രണ്ടിയർ ടെക് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ റിസർവ് ചെയ്തേക്കാണ്. സോ ഇതൊക്കെ എൻ്റെ റിസർച്ച് വെച്ചിട്ട് ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. കമൻസിൽ പറയാം ഞാൻ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. സോ വേണമെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ടാണിത് പ്രൈവറ്റായിട്ട് ചെയ്യാത്തത്, എന്തുകൊണ്ടാണിത് പബ്ലിക്കായിട്ട് ചെയ്യുന്നതെന്ന്. സോ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് മറ്റുള്ളവരുടെ ഐഡിയാസ് കേൾക്കാം, പല പേഴ്സ്പെക്റ്റീവ്സ് ആഡ് ചെയ്യാം. ചില എക്സ്പേർട്സ് വന്നിട്ട് വേണമെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്സ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കണ്ട് പഠിക്കാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡിസ്കഷനിൽ നിന്ന് ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പബ്ലിക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ സം ഓഫ് ദി സ്മാർട്ടസ്റ്റ് ഇൻസൈറ്റ്സ് അത് നമുക്ക് TV കാണുന്നതുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ. അത് നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതിൽ നിന്ന് വരുന്നതാണ്. നമുക്കൊരു AI മോഡലും കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഉള്ളൊരു കേപ്പബിലിറ്റി വെച്ചിട്ട്. സോ ഈ ചാനൽ ഒരു റിട്ടേൺസ് ട്രാക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഓപ്പൺ റീസർച്ച് റൂമായിട്ട് സെർവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. താങ്ക് യു. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. താങ്ക് യു വെരി മച്ച്.